പണ്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഉഴപ്പുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വചനം. പണ്ട് ദേവാലയത്തിൽ സ്ഥിരമായി പോയിരുന്നു, പണ്ട് പാപസങ്കീർത്തനങ്ങൾ നടത്തിയിരുന്നു, കൂടെ ദിവ്യഗാനത്തിന് മുന്നിൽ ഇരുന്നിരുന്നു, വചനം വായിച്ചിരുന്നു, ഈശോയുടെ അഭേദമായൊരു ബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ വചനം വായനയില്ല, ദിവ്യഗാനത്തിന് മുന്നിൽ ഇരിക്കുന്നില്ല, ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നില്ല, പാപസങ്കീർത്തനങ്ങളില്ല, വചന വായനയിൽ ഒന്നുമില്ല. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ വല്ലാതെ അകന്നുപോയ വ്യക്തിക്ക് വേണ്ടിയിട്ട് വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു. സ്വർണമേ എന്നാണ് കർത്താവ് പറയുക, തങ്കമേ എന്നാണ് കർത്താവ് വിളിക്കുക. നീ സ്വർണമായിരുന്നു ഒരു കാലത്ത്, തങ്കമായിരുന്നു. തിരികെ വരണം, തിളങ്ങണം, പ്രാർത്ഥിക്കണം, അലസതയും മടിയൊക്കെ എടുത്തു മാറ്റണം. പാപത്തിൻ്റെ ബന്ധനങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുമാറണം, ഈശോയിലേക്ക് വരണം. ഈശോ അനുഗ്രഹിക്കട്ടെ.